നമഃശിവായ. അമ്മയുടെ ബാല്യകാലം. സുധാമണി എന്ന വിചിത്ര ബാലിക 6-ാം മാസം തൊട്ട് തന്നെ വ്യക്തമായി മാതൃഭാഷയായ മലയാളം സംസാരിച്ചു തുടങ്ങി. 7-ാം മാസത്തിൽ എഴുന്നേറ്റ് ഓട്ടമായി. സാധാരണ കുട്ടികൾ കമിഴ്ന്നു വീഴുകയും മുട്ടിൽ ഇഴയുകയും ചെയ്തതിനു ശേഷമാണല്ലോ നിൽക്കാനും നടക്കാനും തുടങ്ങുന്നത്. എന്നാൽ സുധാമണി അതിനൊന്നും മിനക്കെട്ടില്ല. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നേരെ നിന്നു. നടക്കുന്നതിനു മുമ്പ് ഓടാൻ തുടങ്ങുകയും ചെയ്തു. ഇതെല്ലാവരിലും അത്ഭുതാനന്ദങ്ങൾ ഉളവാക്കി. നന്നേ ചെറുപ്പത്തിൽ തന്നെ നല്ല ചൊടിയും ചുറുചുറുക്കും ഉത്സാഹവുമുള്ള കുഞ്ഞായിരുന്നു സുധാമണി. പറഞ്ഞാലുടനെ അനുസരിക്കും. എല്ലാവരോടും അതിയായ സ്നേഹമാണ്. അപരിചിതർക്കു പോലും കുഞ്ഞിനോട് അതിയായ സ്നേഹവും വാത്സല്യവും തോന്നിയിരുന്നു. അതുകൊണ്ട് എല്ലാവരും സുധാമണിയെ കുഞ്ഞ് എന്ന ഓമനപ്പേരാണ് വിളിച്ചിരുന്നത്. സുധാമണിയുടെ ഓർമ്മശക്തി അസാധാരണമായിരുന്നു. വാക്കുകൾ കൂട്ടി ഉച്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്ന കാലം മുതൽ ഭജന കീർത്തനങ്ങൾ പാടുന്നതിൽ സുധാമണി അതിയായ താല്പര്യം കാണിച്ചു തുടങ്ങിയിരുന്നു. 2 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ദിനചര്യ നാമജപവും സങ്കീർത്തനവുമായി തീർന്നു. ഇത് എത്രയും അസാധാരണം എന്നേ പറയാവൂ. പരപ്രേരണ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലിത്. 3-4 വയസ്സ് തൊട്ടേ കുഞ്ഞ് 2-4 വരി കൃഷ്ണസ്തുതി ഉണ്ടാക്കി പാടുകയായിരുന്നു. പ്രേമം നിറഞ്ഞ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉറവിടുന്ന ഭക്തിഗാനങ്ങൾ പാടുവാനായിരുന്നു കുഞ്ഞിനേറെ രസം. അരുമത്വം തുളുമ്പുന്ന പൈതലിൻ്റെ ഈ ബാലലീല എല്ലാവരെയും രസിപ്പിച്ചു. ജപിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും കുഞ്ഞ് ഏതെങ്കിലും ഈശ്വരൻ്റെ പടത്തിലേക്ക് ഏകാഗ്രമായി നോക്കിയിരിക്കും. അതിമധുരമായ കീർത്തനം, ഹൃദയമലിയിക്കുന്ന കരുണാർദ്രമായ പ്രേമഭക്തി, കർണാനന്ദകരമായ സ്വരം, ഇളം കുരുന്നു പ്രായത്തിൽ എന്തൊരു തന്മയീ ഭാവമാർന്ന കീർത്തനാലാപനം. കേൾക്കാൻ ആളുകൾ ചുറ്റും കൂടും. ആ വിശ്വവസ്യമായ സങ്കീർത്തനാമൃതത്തിൻ്റെ ആകർഷണത്തിൽ പെടാതിരിക്കുക ആർക്കും സാധ്യമല്ല തന്നെ. ഭക്തിയില്ലാത്തവർ പോലും അത് കേട്ട് ലയിച്ചു നിൽക്കും. ആ ദേവസ്വരത്തിൻ്റെ മാസ്മരശക്തി എത്രമാത്രമാണെന്ന് ആശ്രമത്തിൽ വന്നിട്ടുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പിൽക്കാലത്ത് അനുഭവിച്ചറിയുകയുണ്ടായി. 5-ാം വയസ്സിൽ ഷായിക്കാട്ടു സ്കൂളിൽ സുധാമണിയെ 1-ാം ക്ലാസ്സിൽ ചേർത്തു. അസാധാരണമായ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ആ കുഞ്ഞ് പ്രകടിപ്പിച്ചിരുന്നു. ഒരു കാര്യം ഒരിക്കൽ കേട്ടാൽ പിന്നെ മറക്കുകയില്ല. ഒരിക്കൽ വായിച്ചു കേട്ടാൽ ആ പുസ്തകം മനഃപ്പാഠമാണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും മുഴുവൻ മാർക്കും കിട്ടിയിരുന്നു. പലപ്പോഴും സ്കൂളിൽ പോകാതിരുന്നാലും മാർക്കിന് കുറവൊന്നുമില്ല. വീട്ടിൽ വന്നാൽ ജോലി ചെയ്യാൻ കാണും. അല്ലെങ്കിൽ ഭക്തിലഹരിയിൽ എല്ലാം മറന്നിരിക്കും. അതിനാൽ 2 ദിവസം എഴുതിക്കൊണ്ടുവരാനുള്ള ഗൃഹപാഠം സ്കൂളിൽ വെച്ച് തന്നെ ഇടവേളയിൽ എഴുതി ശരിയാക്കി വെച്ചിരിക്കും. എന്നിട്ടായിരിക്കും വീട്ടിൽ വരിക. അപ്പോൾ പിന്നെ ഈശ്വരചിന്ത ചെയ്യാനുള്ള സമയം സ്കൂൾ കാര്യത്തിന് ചെലവഴിക്കേണ്ടല്ലോ. ഒരു നിമിഷം വെറുതെ നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ ഒറ്റ നിമിഷം പാഴാക്കി പോകാതിരിക്കാൻ ചെറുപ്രായത്തിൽ തന്നെ സുധാമണി ശ്രദ്ധിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ മറ്റെന്തും വീണ്ടെടുക്കാം. ഒരു നിമിഷം നഷ്ടമായാൽ വീണ്ടും കിട്ടുകയില്ല എന്ന് പിൽക്കാലത്ത് അമ്മ കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാറുണ്ട്. സ്വയം അനുഷ്ഠിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. ഉപദേശിക്കുന്നതിനു മുമ്പ് അനുഭവത്തിൽ വരുത്തണം. സുധാമണി വീട്ടുജോലികൾ ചെയ്യുമ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണനെ മറന്നൊരു നേരമില്ല സുധാമണിക്ക്. സന്ദർഭാനുസരണം എന്ത് യുക്തിയും പറഞ്ഞൊപ്പിക്കാനുള്ള കഴിവ്, പഠിപ്പിലുള്ള സാമർഥ്യം, വീട്ടുജോലികളിലുള്ള ഉത്സാഹം, മധുരമായി ഭക്തിഗാനങ്ങൾ പാടാനുള്ള മിടുക്ക്, പാവങ്ങളോട് കാണിക്കുന്ന കരുണ, ഇതെല്ലാം കൂടി സുധാമണിയെ ഏവർക്കും
പ്രിയമുള്ളവളാക്കി. കണ്ണനോടൊട്ടി നിന്നപ്പോഴും മണ്ണിനോടുള്ള കടമ നിറവേറ്റാൻ ആ ബാലിക മറന്നില്ല. തൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും പരമാവധി സഹായിക്കാൻ സുധാമണി മനസ്സു നിറയെ പാടുപെട്ടു. എന്തെങ്കിലും ഒഴിവുകഴിവ് കണ്ടുപിടിച്ച് അലസയായിട്ടിരിക്കാൻ കുഞ്ഞ് ചിന്തിച്ചതുപോലുമില്ല. ചെറുപ്പത്തിൽ തന്നെ നല്ല തൻ്റേടമുണ്ടായിരുന്നതിനാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ സുധാമണിയെ അയൽപക്കങ്ങളിൽ വിടുമായിരുന്നു. അതുതന്നെ തരം. എന്തെങ്കിലും വീട്ടിൽ ഉച്ചയ്ക്ക് തീ പുകയുന്നില്ലെങ്കിൽ സുധാമണി അവിടെ കയറി ചെല്ലും. വിവരം തിരക്കും. പട്ടിണിയാണെന്ന് കണ്ടാൽ വീട്ടിൽ നിന്നു പണം മോഷ്ടിച്ചു കൊണ്ടു ചെന്നു കൊടുക്കും. അല്ലെങ്കിൽ അച്ഛനോട് ശാഠ്യം പിടിച്ച് രൂപ വാങ്ങിക്കൊണ്ടു പോകും. ഒന്നും പറ്റിയില്ലെങ്കിൽ സ്വന്തം അടുക്കളയിലെ ആഹാരം മോഷ്ടിച്ചു കൊണ്ടുപോയി അവർക്ക് നൽകും. വീട്ടിലെ പ്രസിദ്ധയായ കള്ളി സുധാമണിയാകയാൽ എന്തു മോഷണം പോയാലും മറ്റാരെയും ശങ്കിക്കുകയില്ല. പോയത് വാസ്തവമെങ്കിൽ കട്ടത് സുധാമണി തന്നെ. അത് മറ്റ് സഹോദരങ്ങൾക്ക് തക്കമായി. അവരുടെ വീതത്തിന് അവരും കക്കും. അതിൻ്റെയും കൂടി മർദ്ദനം പലിശ ചേർത്ത് വാങ്ങുന്നത് സുധാമണിയായിരിക്കും. കള്ളനെ കുഞ്ഞിനറിയാം, പക്ഷേ മിണ്ടുകയില്ല. നിശബ്ദമായി നിന്ന് ആ തല്ലെല്ലാം ഏറ്റുവാങ്ങും. മറ്റുള്ളവരുടെ പാപവും ദുഃഖവും ഏറ്റുവാങ്ങി സ്വയം അനുഭവിച്ച് അവരെ രക്ഷിക്കുന്നതിൽ ആ കൊച്ചു ബാലിക സംതൃപ്തി കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി താൻ ദുഃഖിക്കാം, അവർ ആനന്ദമായിരിക്കട്ടെ എന്നായിരുന്നു സുധാമണിയുടെ മനോഭാവം. തൻ്റെ ത്യാഗം മാതാപിതാക്കളിൽ നിന്ന് ഗോപ്യമാക്കി വെക്കാൻ സുധാമണി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ത്യാഗം പരസ്യത്തിനുള്ള വസ്തുവല്ല എന്ന സൂക്ഷ്മതത്വം ആ കുഞ്ഞിന് അറിയാമായിരുന്നു എന്നത് സാമാന്യ ദൃഷ്ടിയിൽ വിസ്മയകരമാണ്. ഇടതു കൈ ചെയ്യുന്ന ത്യാഗം വലതു കൈ അറിയരുതെന്നാണല്ലോ. എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറിയിരുന്ന കുഞ്ഞിന് ചെറുപ്പത്തിൽ ധാരാളം പൊടിക്കൊച്ചുങ്ങൾ കൂട്ടുണ്ടായിരുന്നു. തരം കിട്ടിയാൽ അവർ സുധാമണിക്ക് ചുറ്റും വന്നുകൂടും. അവർ ഒരുമിച്ച് പശുക്കൾക്ക് പോച്ച പറിക്കാൻ പോകും. ഇത്തരം ജോലികൾ പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതല്ലെങ്കിലും കുഞ്ഞു കൂട്ടിനുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് വലിയ ഉത്സാഹമാണ്. അവർക്ക് സുധാമണിയോട് എന്തോ വലിയ ആകർഷണവും സ്നേഹവും തോന്നിയിരുന്നു. ജോലി കഴിഞ്ഞാൽ അവർ സുധാമണിയോട് കൂടി ഓടിച്ചാടി കളിക്കും, കുടുകൂടെ കളിക്കും. അതിനിടയ്ക്ക് ഈശ്വരപരമായ കളികളിലേക്ക് കുഞ്ഞ് മറ്റു കുട്ടികളെ ആകർഷിച്ചു പോന്നു. കൃഷ്ണലീലകളും മറ്റും കളിക്കുവാൻ സുധാമണി മുൻകൈയെടുത്തിരുന്നു. കൂട്ടത്തിൽ കൂട്ടുകാരെ കൊണ്ട് ഈശ്വരസ്തുതികൾ പാടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, ഉത്സാഹിച്ചിരുന്നു. തന്നെ പോലെ അവരും ചെറുപ്പം തൊട്ട് ഭഗവത് ഭക്തരാകുന്നത് കാണാൻ കുഞ്ഞിൻ്റെ ഹൃദയം വെമ്പി. ഹരി ഓം നമഃ ശിവായ.